അവൻ ചെയ്തതൊക്കെ അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാരും കൂടി ചേർന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അല്ലേ? എല്ലാം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും ശ്യാമേട്ടന് ആരെക്കാളും വലുത് അവളാണല്ലോ. മോളെ കണ്ടില്ലല്ലോ അച്ചായ. ചിലപ്പോ മോളെ കാണാൻ വേണ്ടി സൺഡേ സ്കൂളിൽ കേറിയിട്ടുണ്ടാവും. മൈക്കിളിനെ കണ്ടോ ആവോ? കണ്ടിട്ടുണ്ടാവും. അത് പള്ളി വെച്ച് തന്നെ ആയാൽ മതിയായിരുന്നു. അവിടെ വെച്ചാകുമ്പോൾ അവൾ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാനൊന്നും ശ്രമിക്കില്ലായിരുന്നു. ഓ, അവക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ വെച്ച് തന്നെ അന്ന് കണ്ടില്ലേ? അവളെ തെറ്റു പറയാനൊക്കില്ലല്ലോ. എത്രയൊക്കെ മാനസാന്തരം വന്നെന്ന് പറഞ്ഞാലും അവൻ ചെയ്തതൊക്കെ അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റുമോ? എന്നും കൊന്നും മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നെങ്കിലും ഒന്ന് മറക്കണ്ടേ? ആ മദറിനെ ഒന്ന് കണ്ട് സംസാരിച്ചാലോ എന്ന് ആലോചിക്കാം. ഇവിടെ ഇല്ലല്ലോ, കൽക്കട്ടയിലോ മറ്റോ അല്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവക്ക് സ്വയം തോന്നണം. അതാണല്ലോ പ്രകൃതവും. തൽക്കാലം നമുക്കൊന്നും പറയാൻ നിൽക്കണ്ട ചായ. വല്ല കടുങ്കയും കാണിച്ചാ നമുക്ക് പോയി. നീ സൺഡേ സ്കൂളിൽ പോയായിരുന്നോ? ഇല്ല. പിന്നെന്താ താമസിച്ചേ? നീ മൈക്കിളിനെ കണ്ടായിരുന്നോ? ഓഹോ, അപ്പൊ എല്ലാരും കൂടി ചേർന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു അല്ലേ? പ്ലാനിങ്ങോ? എന്തിന്? വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊക്കെ മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? ഇവിടെ എങ്ങും ആരും ഒരു പ്ലാനിങ് നടത്തിയിട്ടില്ല. എന്നിട്ടാണോ ഞാൻ പള്ളിയിലുണ്ടെന്നറിഞ്ഞ് കൃത്യമായിട്ട് ആൾ അവിടെ എത്തിയത്? അത് അവൻ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി. എനിക്കറിയാം, എല്ലാവരുടെയും മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പറഞ്ഞു പഠിപ്പിച്ചു വിട്ട നാടകമൊക്കെ അയാൾ വന്ന് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. മോളെ, ഇവിടെ ആരും ആരെയും ഒരു നാടകവും പഠിപ്പിച്ചിട്ടില്ല. നീ ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചു, പള്ളി പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അത് വലിയ അപരാധമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാം ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും അതിന് മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ മോളെ. എന്നിട്ടാണോ അയാൾ അങ്ങോട്ട് തള്ളിവിട്ടത്? അല്പ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാ പള്ളിയിലോട്ട് പോയത്. അവിടെ വന്ന് ശല്യപ്പെടുത്താന്ന് വെച്ചാ? സ്വസ്ഥത തേടിയാണ് നീ പള്ളിയിലേക്ക് പോയതെങ്കിൽ ഞങ്ങൾ എവിടേക്കാ പോകേണ്ടത് നീ ഒന്ന് പറഞ്ഞു തന്നെ. എല്ലാരും മറന്നു അല്ലേ? മറക്കാം, എല്ലാവർക്കും എല്ലാം മറക്കാം. പക്ഷെ എനിക്ക് മാത്രം അതിന് പറ്റില്ലല്ലോ. എല്ലാം ഞാൻ മാത്രമാണല്ലോ അനുഭവിച്ചത്. നീ എന്നും നിന്നെ കുറിച്ച് മാത്രമാണല്ലോ ചിന്തിച്ചിട്ടുള്ളത്. ഞങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം അല്ലേ? കണ്ടോ, അവളോട് എന്തൊരു നല്ല കാര്യം പറയാൻ ചെന്നാലും ഇതാ അവസ്ഥ. ഓ, നമ്മുടെ ഒരു വിധിയെ. എടി മാധവും ശാലിനി എന്തിയടി? മുറിയിലില്ലേ കഞ്ചനാമേ? അവിടെ എങ്ങും ഞാൻ കണ്ടില്ല. എന്നാ ശ്യാം സാറിന്റെ അടുത്ത് കാണുമായിരിക്കും. എടി, ആ ഫിലിപ്പോസ് എങ്ങാനും ഇവിടെ വന്നായിരുന്നോ? ഏത് ഫിലിപ്പോസ്? എടി, ആ അനാഥാലയത്തിൽ നിൽക്കുന്ന ആ കറുത്ത് പഠിച്ചു കൊടുത്തനില്ലേ, ഇന്നാൾ ഇവിടെ വന്ന് മൂക്കുമുട്ട തിന്നിട്ട് പോയവൻ. ഓ, അയാളോ? ഇവിടെ എങ്ങും വന്നില്ല. എന്താ കഞ്ചനാമേ? ഓ, ഒന്നുമില്ല. നീ കിടക്കുന്നതിന് മുമ്പ് ആ കുഴമ്പ് എടുത്ത് എന്റെ മുറിയിലോട്ടൊന്ന് വന്നേ. ഒരു കാര്യം ഉണ്ടാവില്ല. പാതിരാത്രി വരെ ആ ശാലിനി കുഞ്ഞിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇരിക്കാനായിരിക്കും. എന്റെ ഈശ്വരാ, ആ അപ്പുകുട്ട സാർ തട്ടിപ്പോയ സമയത്ത് ഇവരെ അങ്ങ് കെട്ടിയെടുത്തില്ലല്ലോ. ചിലപ്പോ അനുഭവിച്ചു മരിക്കാനായിരിക്കും വിധി. അല്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെ ആവില്ലേ? ഓ, ഇങ്ങനെ ഒരു സാധനം, ഒരു നാശം പിടിച്ച പെണ്ണും പിള്ള. എന്തൊരു സ്വഭാവം അതിന്റെ. ശ്യാമേട്ടൻ എന്നെ കുറിച്ച് ചിന്തിക്കാത്ത എന്താ?
എന്റെ ഒരേ ഒരു ആങ്ങളെ ഗിരി. അതൊന്നും എനിക്ക് അറിയില്ലെന്നാണോ ഗംഗ? എന്നിട്ടാണോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശ്യാമേട്ടൻ? ഗംഗ, നിനക്ക് ഗിരിയെ പോലെ തന്നെയാണ് എനിക്ക് ശാലിനിയും. അതെന്താ നീ ഓർക്കാത്തത്? ശ്യാമേട്ടൻ ആരെക്കാളും വലുത് അവളാണല്ലോ, ഈ എന്നെക്കാളും വലുത്. നീ അങ്ങനെയൊന്നും പറയരുത് ഗംഗ. എന്താ ശരിയല്ലേ? ശാലിനിക്ക് വേണ്ടിയിട്ടല്ലേ ശ്യാമേട്ടൻ എന്നെ കെട്ടിയത് പോലും? അവൾക്ക് വേണ്ടി മാത്രമല്ലേ ശ്യാമേട്ടൻ ജീവിക്കുന്നത്? അല്ലെന്ന് പറയാമോ ശ്യാമേട്ടന്? ഇല്ല, അങ്ങനെയല്ലെന്ന് പറയാൻ ശ്യാമേട്ടന് ഒരിക്കലും കഴിയില്ല. എനിക്കറിയാം, എന്നോടുള്ള സ്നേഹം പോലും നടിക്കുകയാ ശ്യാമേട്ടൻ. അവൾക്ക് വേണ്ടി എന്നെ സഹിക്കുക. അവളുടെ അവതാരം എന്റെ ജീവിതം. നീ എന്തൊക്കെയാ ഗംഗ ഈ പറയുന്നത്? ഞാനും ഒരു പെണ്ണാ ശ്യാമേട്ട, ഒരു ഭാര്യ, സഹോദരിയ. എനിക്കുണ്ട് ചിന്തകളും ആഗ്രഹങ്ങളും ആത്മാഭിമാനവും ഒക്കെ. സഹിക്കായിരുന്നു ഞാൻ ഇത്രയും നാള്, എല്ലാം സ്വയം അടക്കുകയായിരുന്നു. ഇനി എനിക്കത് പറ്റില്ല. എന്ന് പറഞ്ഞ ജാതകവും പൊരുത്തവും ദോഷങ്ങളും എല്ലാം ഉള്ളത് തന്നെയാ. അതൊന്നും ഇല്ലെന്ന് നടിക്കാനും പറ്റില്ല. അങ്ങനെ നടിച്ച അനുഭവങ്ങൾ കൊണ്ട് നമുക്കത് കാണിച്ചു തരും. കാണിച്ചു തന്നില്ലേ? അനുഭവങ്ങൾ കൊണ്ട് തന്നെ എല്ലാം കാണിച്ചു തന്നു കഴിഞ്ഞില്ലേ? ഗംഗ, നിനക്ക് തുടങ്ങിയോ കഞ്ചനമ്മയുടെ അസുഖം? എന്താ കഞ്ചനമ്മ പറഞ്ഞതൊക്കെ ശരിയല്ലേ? എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? അപ്പോ നീയോ അവർക്ക് ചെവി കൊടുത്തു തുടങ്ങിയല്ലേ? അവരുടെ ഏഷണി നിന്നെ സ്വാധീനിച്ചു തുടങ്ങിയല്ലേ? ഉള്ളത് പറഞ്ഞ അത് ഏഷണിയാവുന്ന എങ്ങനെയാ ശ്യാമേട്ട? ഈ വിവാഹാലോചന വന്നപ്പോഴേ കഞ്ചനമ്മ പറഞ്ഞതാ ശാലിനിയുടെ ജാതക ദോഷത്തെ കുറിച്ച്. പക്ഷെ അന്നതാരും ചെവിക്കൊണ്ടില്ല. ശാലിനി വന്ന് കേറിയപ്പോ മുതല് തുടങ്ങിയത് എവിടുത്തെ ദുരന്തങ്ങള്. നമ്മുടെ കുഞ്ഞു പോലും പോയില്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നത്? ഇത്രയും നാളും ഇങ്ങനെയൊക്കെ സംസാരിക്കാതിരുന്നതാ എനിക്ക് പറ്റിയ തെറ്റെന്ന് തോന്നുന്നു. എങ്കിലൊരു പക്ഷേ എന്റെ ഗിരിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഗംഗ, മറ്റുള്ളവരുടെ ദുഷ്പ്രചരണങ്ങൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന അപകടമാണ്. ഈ സംഭവിച്ചതൊക്കെ ശാലിനിയുടെ ജാതകദോഷം കൊണ്ടാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഗംഗയ്ക്കും ഗിരിക്കുമൊക്കെ ശരിയായ ഓർമ്മ ഉറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആരുടെ ജാതകദോഷം കൊണ്ടാണ്? അമ്മയുടെ സ്ഥാനത്ത് വന്നു കയറിയ സ്ത്രീയിൽ നിന്നും ഇത്രയും കാലം ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നത് ആരുടെ ജാതകദോഷം കൊണ്ടാണ്? നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗംഗയ്ക്ക് ഇങ്ങനെ ജന്മനാ ഒരു തീരാവ്യാധി വന്നു കൂടിയത് ആരുടെ ജാതകദോഷം കൊണ്ടാണ്? ഇതൊന്നും ശാലിനിയുടെ ജാതകദോഷം കൊണ്ടായിരുന്നില്ലല്ലോ, ആണോ? ശ്യാമേട്ടൻ വക്കീലാണല്ലോ, തർക്കിച്ച് ജയിക്കാൻ വിരുദ് കൂടുമല്ലോ. പ്രത്യേകിച്ചും പെങ്ങളുടെ കാര്യം കൂടി ആവുമ്പോ തോൽക്കാനേ കഴിയില്ല. തോറ്റുപോയത് ഞാനല്ലേ, എന്റെ ആങ്ങളെയല്ലേ. എനിക്ക് പേടിയാ, ഇനി ശ്യാമേട്ടനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് എനിക്ക് പേടിയാ ശ്യാമേട്ട. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്.